അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. നബിയോടും പറയുന്നു അല്ലാഹുവാ, കേൾക്കണം നബിയാരെ പറയുന്നത്. വേദക്കാർ അങ്ങുമായി തർക്കിച്ചാലോ, പറയണം ഇതുപോലെ നബിയുള്ളാവേ. ഹക്കാന സത്യമാ ഞാനും തന്നെ, പിൻപറ്റി എന്നെയും അവരും തന്നെ. നബിയോടും പറയുന്നു അല്ലാഹുവാ, കേൾക്കണം നബിയാരെ പറയുന്നത്. വേദക്കാർ അങ്ങുമായി തർക്കിച്ചാലോ, പറയണം ഇതുപോലെ നബിയുള്ളാവേ. ഹക്കാണേ സത്യമാം ഞാനും തന്നെ, പിൻപറ്റി എന്നെയും അവരും തന്നെ. പരിശുദ്ധമായ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറ ആലു ഇമ്രാനിലെ 20-ാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണ് ഈ ആലാപനത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അള്ളാഹു പറയുകയാണ്, ഓ നബിയെ, ഞാൻ പറയുന്നത് കേൾക്കുക. വേദക്കാർ അങ്ങുമായി തർക്കിച്ചാൽ ഇതുപോലെ പറഞ്ഞു കൊടുക്കണം നബിയെ. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? സത്യമായിട്ടും യാഥാർത്ഥ്യമായി ഞാൻ അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, അതുപോലെ എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന് അള്ളാഹു പറയുകയാണ്. വീണ്ടും നോക്കാം. പൂർണ്ണമായി ഞങ്ങളും റബ്ബിലായി, ഞങ്ങളെ മുഖവുമേ കീഴ്പ്പെടുത്തി. പൂർണ്ണമായി ഞങ്ങളും റബ്ബിലായി, ഞങ്ങളെ മുഖവുമേ കീഴ്പ്പെടുത്തി. ആ വേദക്കാരോട് പറയണം നബിയെ, പൂർണ്ണമായിട്ടും ഞങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ മുഖങ്ങളെല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന് അള്ളാഹു പറയുകയാണ്. ഞങ്ങൾ എല്ലാവരും റബ്ബിലായി, കീഴ്പ്പെടുത്തി കഴിഞ്ഞല്ലോ പൂർണ്ണമായി. പ്രവാചകൻ പറയാണ്, ഞാനും എന്നെ പിൻപറ്റിയവരും പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ പൂർണ്ണമായി കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ വേദക്കാരോട് പറഞ്ഞു കൊടുക്കണം നബിയെ എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ കൂടി പറയുന്നത്. ബാക്കി നോക്കാം. അതുകൊണ്ട് നബിയാരെ ചോദിക്കണം, വേദക്കാർ അവരോടും തന്നെയാണ്. അതുകൊണ്ട് നബിയാരെ ചോദിക്കണം, വേദക്കാർ അവരോടും തന്നെയാണ്. അക്ഷരജ്ഞാനവും ഇല്ലാത്തതും അറബികൾ അവരോടും ചോദിക്കണം. ഇവിടെ നല്ലപോലെ മനസ്സിലാക്കണം. ആദ്യം അള്ളാഹു പറഞ്ഞു വേദക്കാരോട് നബിയെ ചോദിക്കണം, അതുപോലെ അക്ഷരജ്ഞാനമില്ലാത്ത അറബികളോടും ചോദിക്കണം നബിയെ. എന്താണ് ചോദിക്കേണ്ടത്? റബ്ബിൻ്റെ മുന്നിലും നിങ്ങളെല്ലാം പൂർണ്ണമായി തലയും കുനിക്കുന്നുണ്ടോ? റബ്ബിൻ്റെ മുന്നിലും നിങ്ങളെല്ലാം പൂർണ്ണമായി തലയും കുനിക്കുന്നുണ്ടോ? പ്രവാചകൻ ചോദിക്കുകയാണ്, അള്ളാഹു പറഞ്ഞത് ആ അന്നത്തെ ജനങ്ങളോട് ചോദിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ വേദക്കാരോടും ചോദിക്കണം, അക്ഷരജ്ഞാനമില്ലാത്ത അറബികളോടും ചോദിക്കണം നബിയെ. എന്താണ് ചോദിക്കേണ്ടതെന്നറിയുമോ? റബ്ബിൻ്റെ മുന്നിൽ നിങ്ങളെല്ലാവരും പൂർണ്ണമായി തല കുനിക്കുന്നുണ്ടോ? പൂർണ്ണമായും അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ പിൻപറ്റുന്നുണ്ടോ എന്നവരോട് ചോദിക്കണം നബിയേ. പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? വീണ്ടും നോക്കാം. അങ്ങനെ ചെയ്യുന്നോർ നേർമാർഗവും പ്രാപിച്ചു കഴിഞ്ഞല്ലോ എല്ലാവരും.
അല്ലാത്തോരൊക്കെയും പോയിടട്ടെ, അതിലൊരു വിഷമവും വേണ്ട നബിയേ. നബിയാരെ അങ്ങേക്ക് ചുമതലയും ഉള്ളത് സന്ദേശം എത്തിക്കല. ജനങ്ങളെ ക്ഷണിച്ച് ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് വരാൻ വേണ്ടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ക്ഷണിച്ചപ്പോൾ ആൾക്കാർ പരിഹസിക്കുകയും കുറച്ച് പേര് മാത്രം വന്ന് കൂടുതൽ ആൾക്കാരും വരാതിരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനൊരു വിഷമം തോന്നി. അങ്ങനെയാണ് ഈ ആയത്തും കൂടെ ഇറങ്ങുന്നത്. അപ്പോൾ അള്ളാഹു പറയണ, നബിയെ അങ്ങ് ഉപദേശിക്കുക, ഞാൻ തന്നതായ സന്ദേശം അവരിലേക്ക് എത്തിക്കുക, അല്ലാതെ വേറൊരു കടമയും അങ്ങയ്ക്കില്ല നബിയെ, അങ്ങ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അള്ളാഹു ഒരു സന്തോഷവും കൂടി പ്രവാചകൻ അറിയിക്കുകയാണ്. മനസ്സിലായി? സത്യമാർഗത്തിലേക്ക് വരുന്നവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ പോയിക്കൊള്ളട്ടെ നബിയെ, അങ്ങ് വിഷമിക്കേണ്ട എന്ന്. വീണ്ടുമേ അള്ളാഹു പറയുന്നുണ്ട്, എൻ ദാസന്മാരുടെ സ്ഥിതിഗതികൾ. വീണ്ടുമേ അള്ളാഹു പറയുന്നുണ്ട്, എൻ ദാസന്മാരുടെ സ്ഥിതിഗതികൾ. നോക്കിയും കാണുന്നു ഞാനും തന്നെ, എല്ലാം അറിയുന്നു ഞാനും തന്നെ. നോക്കിയും കാണുന്നു ഞാനും തന്നെ, എല്ലാം അറിയുന്നു ഞാനും തന്നെ. എന്നിട്ട് ആ ആയത്തിൻ്റെ അവസാനം അള്ളാഹു പറയുകയാണ്, എൻ്റെ ഇഷ്ടദാസന്മാർ, എൻ്റെ ദാസന്മാരുടെ സ്ഥിതിഗതികൾ ഞാൻ നോക്കി കാണുന്നുണ്ട് നബിയേ എന്നുകൂടി അള്ളാഹു പറഞ്ഞുകൊണ്ട് ആ ആയത്ത് നിർത്തുകയാണ്. അള്ളാഹു ഇൻഷാ അള്ളാഹ് തുടരും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.